ഗസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച മാരത്തൺ ചർച്ചകൾ അതിവേഗം തുടരുകയാണ്. ഖത്തറും ഈജിപ്തും അമേരിക്കയും നടത്തുന്ന ചർച്ചകൾ ഫലം കണ്ടേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിലയിരുത്തലുകൾ. ഇസ്രയേലും ഹമാസും ബന്ദികളാക്കിയ ചിലരെ ഒന്നാം ഘട്ടത്തിൽ വിട്ടയക്കാം എന്നതാണ് കരാറിലെ ഏറ്റവും പ്രബലമായത്. എന്നാൽ ഗസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം എങ്ങനെ പിന്മാറും എന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇതുവരെ ഇസ്രയേൽ വ്യക്തതയൊന്നും വരുത്താത്തതാണ് ചർച്ചകൾ നീണ്ടുപോകാനോ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനോ ഇരിക്കുന്നതിനുള്ള കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകളോട് ഫലസ്തീൻ നേതാക്കളും നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി എന്നാണ് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ചില വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് എന്നും ഞങ്ങൾ ഇതിനൊക്കെ തൊട്ടടുത്താണ് എന്നും ഞങ്ങൾ ഇതുവരെ അവിടെ ഇല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ബന്ദികളുമായി ബന്ധപ്പെട്ട കരാറിൽ ഈ ആഴ്ച തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞത്. ഹമാസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും ഗസയിൽ ബന്ദിയാക്കിയതുമായ ഇസ്ലാമിക് ജിഹാദ് എന്ന മിലിറ്റന്റ് ഗ്രൂപ്പും വെടിനിർത്തൽ കരാറിനുള്ള അന്തിമ ചർച്ചകളിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ച രാത്രി ദോഹയിൽ എത്തി എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ചർച്ചകൾ വിജയിച്ചാൽ വിശാലമായ തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഗസ നിവാസികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൈവരും. ഭക്ഷണം, വെള്ളം, മരുന്നുകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. 2023 ഒക്ടോബർ 7 സംഭവ വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ പിടിക്കപ്പെട്ടവരിൽ നിന്ന് അവശേഷിക്കുന്ന 100ഓളം ബന്ദികളെയും മൃതദേഹങ്ങളെയും ഇസ്രയേൽ വീണ്ടെടുക്കും. പ്രത്യുപകാരമായി ഫലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും. യുദ്ധാനന്തരം ഫലസ്തീൻ പ്രദേശങ്ങൾ ഭരിക്കുവാനുള്ള വ്യക്തമായ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് വാഷിംഗ്ടണിൽ ഒരു പ്രസംഗം നടത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇതിനകം നടപ്പാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള കരാർ അംഗീകരിക്കേണ്ടത് ഹമാസിന്റെ ഉത്തരവാദിത്വം ആണ് എന്നാണ് പറഞ്ഞുവെച്ചത്. ഈ കരാർ ബന്ദികളെ മോചിപ്പിക്കുകയും യുദ്ധം നിർത്തുകയും ഇസ്രയേലിന് സുരക്ഷ നൽകുകയും ഹമാസ് ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഭീകരമായി കഷ്ടപ്പെടുന്ന ഫലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. വെടിനിർത്തൽ കരാറിൽ എത്താനുള്ള ശ്രമങ്ങൾക്കിടയിലും ഇസ്രയേൽ സൈന്യവും ഷിൻബെറ്റ് ഇന്റലിജൻസ് ഏജൻസിയും വ്യോമസേനയും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിലുടനീളമുള്ള 50 ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയതായി ഷിൻബെറ്റും സൈന്യവും പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വെടിനിർത്തലിന് കീഴിൽ ഗാസയിലേക്ക് മാനുഷിക സഹായം വ്യാപിപ്പിക്കുവാനുള്ള തിരക്കിലാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയത്. എന്നാൽ അതിർത്തി പ്രവേശനത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള അനിശ്ചിതത്വം തടസ്സമായി തുടരുന്നു. കരാറിന്റെ ആദ്യഘട്ടത്തിൽ കുട്ടികൾ, ചില വനിതാ സൈനികർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ, പരിക്കേറ്റവരും രോഗികളും ഉൾപ്പെടെ 33 ബന്ദികളെ മോചിപ്പിക്കും എന്നാണ് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 60 ദിവസത്തിനുള്ളിൽ ആദ്യഘട്ടത്തിൽ 1000 ഫലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുമെന്നും ഫലസ്തീൻ വൃത്തങ്ങൾ അറിയിച്ചു. ഈ കരാർ ബന്ദികളെ മോചിപ്പിക്കുകയും യുദ്ധം നിർത്തുകയും ഇസ്രയേലിന് സുരക്ഷ നൽകുകയും ഹമാസ് ആരംഭിച്ച യുദ്ധത്തിൽ ഭീകരമായി കഷ്ടപ്പെടുന്ന ഫലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ തിങ്കളാഴ്ച പറഞ്ഞത്. അതേസമയം വെടിനിർത്തലിന്റെ കീഴിൽ ഗസയിലേക്ക് മാനുഷിക സഹായം വ്യാപിപ്പിക്കുവാനുള്ള തിരക്കിലാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിലപാട്. എന്നാൽ അതിർത്തി പ്രവേശനത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും ചർച്ചയിൽ തടസ്സമായി തുടരുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.